ചിക്കനും ബസ്മതി റൈസും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുട്ടികളൊക്കെ ലീവിലൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വെള്ളം കളഞ്ഞിട്ട് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് പാനിലാണോ ചിക്കൻ വേവിക്കുന്നത് അതിലോട്ടാണ് കേട്ടോ കഴുകിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയുടെ പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണും വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ അതേപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റോ ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ആ പാനിൽ തന്നെ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് 1/2 കിലോ അരി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ് കേട്ടോ. ഇനി 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് വെള്ളം വെച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വെള്ളത്തിന് പ്രത്യേക അളവൊന്നുമില്ല. ആ വെള്ളം ഇത് വേവാനുള്ള വെള്ളം വെക്കണം. അതിലോട്ട് സ്പൈസസും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. ഒരു 80% വേവിച്ചിട്ട് മസാല തേച്ച് വെച്ച ചിക്കന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഇനി ഓയിൽ ഒഴിക്കാനുണ്ട്. അതേപോലെ ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ഉള്ളിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിൽ 2 ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ഉള്ളി നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ഈ ഓയിലിൽ നിന്ന് കുറച്ച് ഓയിലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. കാരണം നമ്മൾ ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്കവിടെ റൈസും വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. 80% വെന്താൽ മതി. ബാക്കി നമുക്ക് ദമ്മിൽ കിടന്നിട്ട് വെന്തോളും. എന്നിട്ട് നമുക്ക് റൈസ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് ആ ഓയിലിൽ നിന്ന് ലേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട്. ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 90% വേവണം കേട്ടോ ചിക്കന്. ആ ചിക്കന് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഗരം മസാല പൗഡറും കൂടി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കട്ടോ. 15 മിനിറ്റ് ദം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലുള്ള നല്ലൊരു അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ.